2024 മൈത്രി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഞങ്ങൾ രൂപം കൊടുത്തു. ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി അതിനെപ്പറ്റി സംസാരിക്കുകയും അങ്ങനെ ഞങ്ങളൊരു 7 ആളുടെ ഒരു സമിതി ഉണ്ടാക്കുകയും ആ സമിതിയാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് രൂപം കൊടുത്തത്. വൈദ്യ രംഗത്ത് ഒരുപാട് കഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം. ക്യാൻസർ ബാധിതരായി ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഞങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട്, ഞങ്ങളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ സംഘടന തുടങ്ങിയതിന് ശേഷം മാസം ചെറിയൊരു ഫീസ് മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വരിസംഖ്യ മേടിച്ചുകൊണ്ട് കുറച്ച് നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളെ ഞങ്ങളിതിൽ ഭാഗഭാഗമാക്കുകയും അവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് നിർധനരായിട്ടുള്ള ചില വീട്ടുകാർക്ക്, ചില കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുത്തിട്ടും ഞങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഒരു ആംബുലൻസ്, അടുത്ത ബഡ്ജറ്റിലുള്ളതാണ് ഞങ്ങളുടെ ഒരു ആംബുലൻസ്. അതേപോലെ തന്നെ ഒരു ഫ്രീ ഡയാലിസിസ് യൂണിറ്റ്. ഈ 2 കാര്യങ്ങൾ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഞങ്ങളിപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് അടുത്ത് തന്നെ ഞങ്ങളത് പ്രാബല്യത്തിൽ വരുത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് വൻ വിജയമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കളും നാട്ടുകാരും ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ സഹായിക്കാൻ എന്നും മുന്നിലുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിനി വെച്ചിട്ടുള്ള ഞങ്ങളുടെ 3 കാര്യങ്ങളാണ് ഈ 2 സംഭവങ്ങൾ. 2 കാര്യങ്ങൾ, ഒന്ന് ഞങ്ങളുടെ ആംബുലൻസ്, മറ്റത് ഒരു സൗജന്യ ഡയാലിസിസ് യൂണിറ്റ്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ പെൻഡിങ്ങിലുണ്ട്. അതടുത്ത് തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് നമ്മുടെ ഗവൺമെൻറ് ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ പേപ്പർ വർക്കുകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റേതും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ സമിതികൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ പേപ്പറുകളും ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് വെബ്സൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി അതിൽ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ഭാവിയിലുള്ള 2 കാര്യങ്ങളല്ല, 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഒരു ഫ്രീ ഡയാലിസിസ് യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു ആംബുലൻസ്, അതുപോലെ തന്നെ മെയിനായിട്ട് ഞങ്ങളുടെ ഇതിലുള്ളത് ഒരു ഓൾഡ് ഏജ് ഹോമാണ്. ഇപ്പോൾ ഒരുവിധം വയസ്സായി അതുപോലെ വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. അത്തരം ആൾക്കാരെ കണ്ടെത്തിയിട്ട്, നിർധനരായിട്ടുള്ള അത്തരം ആൾക്കാരെ കണ്ടെത്തി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൾഡ് ഏജ്, അതും ഞങ്ങളുടെ പെൻഡിങ്ങിലുള്ളതാണ്. അതും ഏകദേശം അടുത്ത് തന്നെ ഞങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതായിരിക്കും.